നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ കരുത്ത് തെളിയിക്കാൻ തുടർച്ചയായ സന്ദർശനങ്ങൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15-ന് സേലത്ത് അദ്ദേഹം വീണ്ടും പ്രചാരണത്തിനായെത്തും. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3-ാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുന്നത്. ഈ വരവിൽ സേലത്തെയും കന്യാകുമാരിയിലെയും കോയമ്പത്തൂരിലെയും പൊതുയോഗം അദ്ദേഹം പ്രചാരണ പരിപാടിയാക്കും. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, നാമക്കൽ, കരൂർ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ കൊങ്കുനാട് മേഖലയിലെ വോട്ടർമാരെ ആകർഷിക്കാനാണ് തീരുമാനം. 1,00,000-ലധികം പ്രവർത്തകരെ യോഗത്തിൽ അണിനിരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. 16-ന് കന്യാകുമാരിയിൽ നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതും വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, രാമനാഥപുരം, തെങ്കാശി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തും. കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ കന്യാകുമാരിയിൽ നിന്നാണ് പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങൾ ആരംഭിച്ചിരുന്നത്. 18-ന് കോയമ്പത്തൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇതുവരെ സഖ്യ തീരുമാനം അന്തിമമായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രിയുടെ വരവ് പാർട്ടിയെ ഉന്മേഷത്തിലാക്കുന്നുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരണം പിടിച്ചതോടെ ദക്ഷിണേന്ത്യയിൽ കയറിപ്പറ്റാനുള്ള ബി.ജെ.പിയുടെ വഴികൾ നിലച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയെ തന്നെ പ്രചാരണത്തിനായി കളത്തിലിറക്കുന്നതെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓരോ വരവും തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന തരത്തിൽ കരുതപ്പെടുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി.എം.കെ, ഡി.എം.ഡി.കെ, പി.എം.കെ, പുതിയ തമിഴകം, തമിഴ് മാനില കോൺഗ്രസ്, പുതിയ നീതി കക്ഷി എന്നിവയാണ് ബി.ജെ.പിയിൽ ഉൾപ്പെടുന്ന എൻ.ഡി.എയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അണ്ണാ ഡി.എം.കെ ബന്ധം വിട്ട സാഹചര്യത്തിൽ പി.എം.കെ, ഡി.എം.ഡി.കെ എന്നിവയെ കൂടെ നിർത്താനാണ് പദ്ധതിയിട്ടതെങ്കിലും ചർച്ചകൾ ഇഴയുകയാണ്. നിലവിൽ ജി.കെ. വാസന്റെ തമിഴ് മാനില കോൺഗ്രസും നടൻ ശരത് കുമാറിന്റെ സമത്വമക്കൾ കക്ഷിയും എ.സി. ഷൺമുഖന്റെ പുതിയ നീതി കക്ഷിയും പോലുള്ള ചെറു പാർട്ടികൾ മാത്രമാണ് ബി.ജെ.പിയുമായി സഖ്യത്തിലുള്ളത്. അണ്ണാ ഡി.എം.കെ വിമത നേതാവ് ഒ പനീർശെൽവവും ടി.ടി.വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും വൈകാതെ സഖ്യത്തിലെത്തുമെന്നാണ് സൂചന. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. 2019 ഡിസംബറിൽ പാർലമെന്റിൽ ബിൽ പാസ്സായതാണ്. എന്നാൽ പിന്നീട് 4 വർഷം അനങ്ങാതിരിക്കുകയും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തത് യാദൃശ്ചികമല്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭയിൽ എൻ.ഡി.എ മുന്നണിക്ക് 400 സീറ്റിലേറെ ലക്ഷ്യമിടുന്ന ബി.ജെ.പി അതിനായി കയ്യിലുള്ള ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. ഏറെ വിവാദമായ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറപ്പെടുവിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CAA നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന തീരുമാനമാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായത്. ഇതോടെ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വന്നു. തിരഞ്ഞെടുപ്പ് ചർച്ചകളെ CAA വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചു എന്നതും ബി.ജെ.പിക്കുണ്ടായ ഒരു വലിയ നേട്ടമാണ്. 2014-ൽ ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബിൽ. 2016 ജൂലൈ 19-നാണ് ആദ്യമായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 12-ന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. 2019 ജനുവരി 7-നാണ് സമിതി റിപ്പോർട്ട് നൽകിയത്. 2019 ജനുവരി 8-ന് ബിൽ ലോക്സഭ പാസാക്കി. എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ 16-ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ അസാധുവായി. വീണ്ടും ഡിസംബർ 4-ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ 9-ാം തീയതി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. 311 വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായി. CAA ഒരാഴ്ചയ്ക്കകം നടപ്പാക്കുമെന്ന് കേന്ദ്ര തുറമുഖ സഹമന്ത്രി ശന്തനു ഠാക്കൂർ ജനുവരി അവസാനം പറഞ്ഞിരുന്നു. പറഞ്ഞ സമയത്ത് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും തീരുമാനം നടപ്പായി കഴിഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. ഉടൻ പൗരത്വ ഭേദഗതി നിയമം ബംഗാളിൽ മാത്രമല്ല രാജ്യം മുഴുവൻ നടപ്പാക്കുമെന്നായിരുന്നു ശന്തനുവിന്റെ വാക്കുകൾ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും നിയമം നടപ്പാവുമെന്നത് തന്റെ ഗ്യാരണ്ടിയാണെന്നും മന്ത്രി പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞു. 2019-ൽ പാർലമെന്റ് പാസാക്കിയ നിയമം ചട്ടങ്ങൾ തയ്യാറാവാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. CAA ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള പാർലമെന്റ് സമിതികളുടെ കാലാവധി 2020 മുതൽ പലതവണ നീട്ടി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ CAAയോട് വലിയ എതിർപ്പുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികകളിലും ബി.ജെ.പി 2 നിലപാടാണ് എടുത്തിരുന്നത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയമായി നേട്ടമാകും എന്ന കണക്കുകൂട്ടലിലാണ് തിരക്കിട്ട് വിജ്ഞാപനം ചെയ്തതെന്നാണ് വിലയിരുത്തൽ.